ഒരുപാട് സിനിമകളിലൂടെ നമ്മളുടെ എല്ലാം ഹൃദയം കവർന്നിട്ടുള്ള ഒത്തിരി നടന്മാരുണ്ട്. പക്ഷെ പലർക്കും പലരുടെയും പേരുകൾ അറിയില്ല. അതുപോലെ പ്രഗത്ഭനും പ്രതിഭാധനനുമായ ഡി ഫിലിപ്പ് സാറിന്റെ ഓർമ്മകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യണത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം, മക്കളോടൊപ്പം. എല്ലാവർക്കും സേവിതൽസയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കള്. നിങ്ങൾ എന്നെ രണ്ടുപേരും ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് അന്ന, മൂത്ത മോളാണ്. ഇത് പ്രിയ, എൻ്റെ അനിയത്തി. രണ്ട് പെൺകുട്ടികളാണ് ഫിലിപ്പ് സാറിനുള്ളത്. രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്ക് നമ്മുടെ ചെറുപ്പത്തിൽ ചില ഓർമ്മകളൊക്കെ കാണുമല്ലോ, പപ്പയെ കുറിച്ച്. പപ്പ എന്നല്ലേ വിളിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ഓർമ്മ ഷെയർ ചെയ്യാവോ? ആക്ച്വലി ഞങ്ങള് അങ്ങനെ പപ്പയായിട്ട് വലിയ ക്ലോസ് അല്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ നാടകത്തിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് സമയമേ നമുക്ക് കിട്ടാറുള്ളൂ. ചിലപ്പം പുതിയ സീസൺ വരുമ്പം പപ്പ കുറെ ഫ്രീ ആയിരിക്കും, വീട്ടിൽ കാണും. അങ്ങനൊക്കെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പപ്പായുമായിട്ട് ഉള്ള ഒരു ഒരടുപ്പം. വലിയ കുറവായിരുന്നു. അതായത് നമുക്ക് ഇവിടെ ഒരു ബിസിനസ് ഉണ്ട് അല്ലേ? അത് കാരണം ഇങ്ങനെ ഇടക്കിടക്ക് കോൾ വരുമ്പോ നമ്മളൊന്ന് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. ചെറിയ ക്ലൗഡ് കിച്ചൺ നടത്തുന്നുണ്ട്. അതിന്റെ ഓർഡർ ഓർഡർ എടുത്തോണ്ടായിരിക്കും നമ്മള് ഫിലിപ്പ് സാറിന്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ രാവിലെ ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ പപ്പ ഉറങ്ങുമായിരിക്കും. രാത്രി നാടകമൊക്കെ കഴിഞ്ഞു വന്ന് ഒരു 3:30-4 ആവുമ്പോഴായിരിക്കും നാടകമൊക്കെ കഴിഞ്ഞു പപ്പ വരുന്നത്. അപ്പൊ ഞങ്ങള് അന്നേരം ഞങ്ങൾ ഉറങ്ങുക. ഞങ്ങള് രാവിലെ സ്കൂളിൽ പോകുന്ന വരെ പപ്പ കിടന്ന് ഉറങ്ങുമായിരുന്നു. തിരിച്ച് ഞങ്ങൾ വരുമ്പോഴത്തേക്കും എല്ലാ ദിവസവും പപ്പ പോയിട്ടുണ്ടായിരിക്കും അടുത്ത നാടകത്തിന് വേണ്ടിട്ട്. ഡെയിലി 1, 2, 3 നാടകങ്ങളൊക്കെയാ ആ സമയത്ത്. കുട്ടിക്കാലത്ത് ശരിക്കും നിങ്ങൾക്ക് പപ്പനെ കിട്ടിയിട്ടില്ല. അപ്പൊ മമ്മി ശരിക്കും കഷ്ടപ്പെട്ടായിരിക്കും മാനേജ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കാര്യം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മിക്കതും ഞങ്ങള് പപ്പയോട് പറയുന്നതും മമ്മി ത്രൂ ആണ്. ആണ് ശരിക്കും നമ്മള് പപ്പേനെ കാണുമ്പോ പപ്പയുടെ ആ ഒരു മുഖം, അതുപോലെ തന്നെ നമ്മള് ക്യാരക്ടർ കാണുന്നൊക്കെ ഭയങ്കര പാവമായിട്ടുള്ള ഭയങ്കര ശാന്തശീലനായിട്ടുള്ള ഒരു പപ്പേനെയാണല്ലോ നമ്മൾ സ്ക്രീനിൽ ഞങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട്. സീരിയലിലും പഴയ മൂവിയില്. ആക്ച്വലി ഫസ്റ്റ് മൂവി പപ്പ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഫിലിം ഉണ്ട്, കോലങ്ങൾ. അതിനകത്ത് പപ്പ പാവമായിരുന്നു. വീട്ടിൽ അത്ര പാവല്ലായിരുന്നു, ഒത്തിരി സീരിയസ് ആയിരുന്നു. വീട്ടിലെ പാവമാണ്, എന്നാലും ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. പേടിയുണ്ടായിരുന്നല്ലേ പപ്പേനല്ലേ? പേടിയുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു, പപ്പേനെ പേടിയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ജനറേഷൻ പോലെ അല്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്പൺലി അങ്ങനെ ഒന്നും. പിന്നെയും ഇങ്ങനെ പ്രായമായതിനു ശേഷം പപ്പ ഈ കലാജീവിതമൊക്കെ അവസാനിപ്പിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്താ പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ അങ്ങ് ക്ലോസ് ആയി. അപ്പൊ നിങ്ങളൊക്കെ കുറച്ചുകൂടെ വളർന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങള് പിന്നെ അത് കഴിഞ്ഞ് മമ്മി മരിച്ചപ്പോഴത്തേക്ക് പിന്നെ പപ്പ ഫുൾ ഞങ്ങളോട് നല്ല കൂട്ടായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്ധ്യ രാജേന്ദ്രൻ മാമിന്റെ അതിൽ രാജേന്ദ്രൻ സാറിന്റെ ഒരു ഡയലോഗാണ്. ഞാൻ ശരിക്കും നമുക്ക് ഇദ്ദേഹത്തെ അറിയാമെങ്കിൽ എനിക്ക് ഈ ഫിലിപ്പ് എന്നാണ് പേരെന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. ഒരുപാട് നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ അറിയാമെങ്കിലും. അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രഗത്ഭനായ ഡി ഫിലിപ്പിനെ സംവിധാനം ചെയ്യാനായിട്ട് ഉള്ള ഭാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹമാണ് ഡി ഫിലിപ്പ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. പലരും നമ്മുടെ ഈ വീഡിയോയിലൂടെ ആയിരിക്കും കുറെ പേരെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര്, ഞാൻ പഴയ ജനറേഷനെ കുറിച്ചല്ല പറയുന്നത്, അതായത് ഇദ്ദേഹത്തിനെ കണ്ടും പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അവരല്ല അല്ലാത്തവര് ഈ നമ്മുടെ ഈ ഇതിലൂടെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ പേര് ഒന്ന് തിരിച്ചറിയുന്നത്. പപ്പ എന്നും പിന്തുടർന്നിരുന്ന, അല്ലെങ്കിൽ പപ്പയ്ക്ക് ഇത് വേണം എന്നും അതുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ശീലങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഓർക്കുന്ന, അദ്ദേഹം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ശീലങ്ങൾ മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്ന പപ്പയുടെ ശീലം എന്തെങ്കിലും ഉണ്ടോ? ശീലം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ ഓർഡർ, എല്ലാത്തിനും ഒരു ഓർഡർ വേണം. ഒരുവിധം എല്ലാ കാര്യങ്ങളും പപ്പ തന്നെ ചെയ്യുന്നത്. വീട്ടിലെ പെയിന്റ് അടി ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കർട്ടൻ വാങ്ങിക്കുന്നു, തന്നെ ഫിറ്റ് ചെയ്യുന്നു, പെയിന്റ് അടിക്കുന്നു. സമയം പോലും പപ്പ ഫ്രീ ആയിട്ട് ഇരുന്ന് കണ്ടിട്ടേ ഇല്ല. എന്തെങ്കിലുമൊക്കെ പണികൾ തന്നെ ചെയ്തോണ്ടേ ഇരിക്കും. എപ്പോഴും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. വീട്ടിലുള്ള സമയത്തും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുന്ന ഒരു പപ്പയാണ് ഓർമ്മയുള്ളത്. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയാം, എന്റെ പപ്പ അത്രക്കും വെറുതെ ഇരിക്കാത്ത ഒരാളാണ്. വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ പപ്പ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഗാർഡനിങ് എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു.
പപ്പ ശരിക്കും ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ ട്രിവാൻഡ്രാണോ അല്ലെങ്കിൽ തിരുവല്ല അല്ലേ? തിരുവല്ല. വളർന്നതൊക്കെ തിരുവല്ല തന്നെയാണ്. അവര് പിന്നെ പിന്നെ കായംകുളത്തോട്ട് വന്നു. പപ്പയുടെ പപ്പ പോലീസിലായിരുന്നു, അപ്പച്ച കായംകുളത്തായിരുന്നു. അങ്ങനെ അവര് വളർന്നതൊക്കെ കായംകുളത്താണ്. കായംകുളത്ത് പിന്നെ തിരുവല്ല മാർത്തോമ കോളേജിലെ പപ്പ പഠിച്ചതും ഒക്കെ. അവിടുന്ന് പപ്പയ്ക്ക് ഈ കലാപരമായ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അന്നോട്ടേ ഉണ്ട്. നിങ്ങളോടൊന്ന് മക്കൾക്ക് അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടോന്നോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ ഈ ഒരു കലാ ഇതിലേക്ക്? എനിക്കില്ല, പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നു. അത് പപ്പയും മമ്മിയും സപ്പോർട്ട് ചെയ്യും. അഭിനയിച്ചിട്ടുണ്ടോ കോളേജിലും സ്കൂളിലും ഒക്കെ? സ്കൂളിൽ വെച്ചിട്ട് കോളേജില് ഞാൻ ദുബായില പോകുന്നവരെയും ഇതിലൊക്കെ ആയിട്ട് പുള്ളിക്കാരി ബെസ്റ്റ് ആക്ട്രസും ഒക്കെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ട്രസ്. എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് പിന്നെ തിരിഞ്ഞില്ല, പിന്നെ പോയില്ല. പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ അങ്ങോട്ട് പോയി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇല്ല. പപ്പ നമ്മുടെ കലാജീവിതവും കുടുംബജീവിതവും ഒക്കെ അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോവായിരുന്നോ, അല്ലെങ്കിൽ മമ്മിയാണോ അതിനകത്ത് കൂടുതലും ഇൻവോൾവ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത്? മമ്മി തന്നെ. പക്ഷെ എന്നാലും എല്ലാത്തിലും പപ്പയുടെ എല്ലാ കാര്യങ്ങളും പപ്പ അറിഞ്ഞിരുന്നു. ആണല്ലേ? എല്ലാം അറിഞ്ഞിട്ടാണ് മമ്മി ചെയ്യുന്നത്. നിങ്ങളുടെ സ്കൂളിലൊക്കെ പണ്ട് വന്നിട്ടുണ്ടോ? കോളേജിലോ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട്, ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ താരമായി. അതെ അതെ. ചേച്ചി അധികം സംസാരിക്കത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? കൂടുതലില്ല, സംസാരിക്കൊന്നുമില്ല. ആരാണ് നിങ്ങളുടെ പപ്പയിലും അമ്മയിലും ടോക്കറ്റീവ്? ആരാ? മമ്മിയിലോ? അത് മമ്മിയാണ്. പപ്പ വലിയ സൈലന്റാ. ആർക്കാണ് മമ്മിയുടെ സ്വഭാവം കിട്ടിയത് പപ്പയുടെ സ്വഭാവം കിട്ടിയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ. മിക്സ് ആണ് അല്ലേ? രണ്ടുപേരുടെയും ക്വാളിറ്റീസ് ഉണ്ട്. അഭിമാനത്തോടെ നമ്മൾ പറയുന്നു അല്ലേ? ഡാനിയലാണ്, കൊച്ചുമോനാണ് അല്ലേ? അന്ന ചേച്ചിയുടെ മോനാണ് കേട്ടോ. എന്താ ചെയ്യണേ ഡാനിയൽ? എന്താ ചെയ്യുന്നത്? സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്ന് നോക്കിയാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു പാരമ്പര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾ ഇവിടെ വീട്ടിലുള്ളത് ഡാനിയലാണ്. അഭിനയിച്ചോ ഇതിലെങ്കിലൊക്കെ? ഞാൻ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചു. ഇപ്പം ഒരു IFFK സിനിമയ്ക്കകത്ത് അഭിനയിച്ചു. ഇത് തന്നെയാണ് ഇഷ്ടം അല്ലേ? എനിക്കിതാ ഇഷ്ടം. ഇതാണ് ഇഷ്ടം. പഠിച്ചത് ഇത് റിലേറ്റഡ് ആയിട്ടാണോ? യാതൊരു ബന്ധമില്ല. കുഞ്ഞിലെ കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും. നിങ്ങൾ വിളിച്ചോണ്ടിരുന്നത് ഞാൻ അപ്പച്ചനാണ്. അപ്പച്ചൻ ഇങ്ങനെ ഷെയർ ചെയ്യോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അപ്പച്ചൻ ഡാനിയലിനോട് എങ്ങനെയായിരുന്നു? അവർക്കൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു? അല്ലല്ല, അവരുമായിട്ട് ആനയാടും വ്യത്യാസമായിരുന്നു എന്റെ അടുത്ത് പെരുമാറിയത്. അതെ, അവർക്ക് അസൂയായിരുന്നു. ഇന്റിമസി ഒന്നും കാണിച്ചിട്ടില്ല. നമുക്ക് ഭയങ്കര ഫ്രീഡായിരുന്നു. സംഭവം എന്ന് പറയുമ്പം അപ്പച്ചൻ ഇവര് പറയുന്നതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, നാടകത്തിന്റെ കാര്യങ്ങളൊക്കെ. അപ്പച്ചന്റെ സീരിയൽ പരിപാടിയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലേറ്റർ സ്റ്റേജസിലുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കൊച്ചിലെ അപ്പച്ചന്റെ കൂടെ സെറ്റിലൊക്കെ പോവായിരുന്നു. കൊണ്ടുപോവായിരുന്നു, സെറ്റിലൊക്കെ പോവായിരുന്നു. അവിടെ ഇരുന്നിട്ടുള്ള പരിപാടികളെല്ലാം കാണും. പറഞ്ഞിട്ടുണ്ടോ അപ്പച്ചനോട് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന്? ഇല്ല, പക്ഷെ അപ്പച്ചൻ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ അപ്പച്ചൻ കണ്ടിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ട്? അപ്പച്ചൻ പറഞ്ഞു നല്ല അഭിനയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഓക്കെ, അപ്പച്ചൻ നല്ല അഭിനയമാണെന്ന് പറഞ്ഞു, നമുക്കൊന്ന് നോക്കിയേക്കാം, കാര്യമായിട്ടൊന്ന് നോക്കിയേക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ചോദ്യം ഇനിയിപ്പോ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ സെറ്റിലെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യായിരുന്നു എന്നുള്ളത് ഉണ്ടാവാൻ വഴിയില്ലല്ലേ? സെറ്റിലെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം, ഞങ്ങളോടൊന്നും അങ്ങനെ പറയത്തൊന്നുമില്ല. അശ്വൻ പപ്പ നാടകത്തിലായിരുന്ന സമയത്ത് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത് O മാധവൻ സാറ്, PJ പപ്പ ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം പുള്ളി കയറിയത് കാളിദാസ കലാകേന്ദ്രത്തിലാണ്. അതെ, മാധവൻ ചേട്ടന്റെ ട്രൂപ്പിലാണ് കയറിയത്. ഫസ്റ്റ് ചെയ്യുന്നത് റെയിൻബോ. അതിനല്ലേ നല്ല നല്ല നടനുള്ള അവാർഡ് കിട്ടിയത് അതിനാണ് ഫസ്റ്റ്. അതൊക്കെ ഓർമ്മയുണ്ട് ആ ദിവസം? പിന്നെ ആഘോഷമായിരുന്നു. അതിന്റെ അവാർഡ് ഫംഗ്ഷന് റിസീവ് ചെയ്തത് ഞാനാ പോയത്. അന്ന് ഒപ്പയ്ക്ക് നാടകം ഉണ്ടായിരുന്നു. അതെ
ഫംഗ്ഷൻ അതിനൊക്കെ ഇപ്പോഴും അത് ഞങ്ങൾക്ക് അവാർഡ് വാങ്ങിക്കുന്നു. അന്നേ ഞാനാ പോയി കയറി വാങ്ങിച്ചത്. അന്ന് എന്തിനാ പഠിക്കുന്നത് അന്നേരം? ഞാൻ 9th അത്രേ ഉള്ളൂ. 9th 10th നിങ്ങൾ എല്ലാരും കൂടെ പോയി അപ്പൊ? അതെ. എന്നിട്ട് പപ്പ എല്ലാവരും ഞങ്ങള് പോയി. നല്ല നടനുള്ള അവാർഡ് പോലും മേടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. തിരക്കോട് തിരക്കാണ് ആ സമയത്തൊക്കെ. ആ സമയത്ത് വന്ന സമയത്ത് റെയിൻബോ ഒക്കെ എല്ലാം നാടകമായിരുന്നു. നല്ല നാടകങ്ങളായിരുന്നു. ഈ കാളിദാസ കലാകേന്ദ്രത്തിന്റെ റെയിൻബോ, സതി, പിന്നെ കടൽക്കാക്കകൾ. നിങ്ങൾ കാണാനൊക്കെ പോവായിരുന്നു? ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. അതൊക്കെ ഇഷ്ടമായിരുന്നു. അന്നേരം ഞങ്ങള് കൊല്ലത്തായിരുന്നു. താമസം. ആദ്യമൊക്കെ ഞങ്ങള് ആദ്യം കൊല്ലത്തായിരുന്നു. ഇപ്പം 10-20 വർഷം കണ്ടേ ആള് ഞങ്ങൾ വന്നിട്ട്. ഞങ്ങള് പഠിച്ചതും എല്ലാം കൊല്ലത്താണ്. അവിടെ കൊല്ലത്ത് പരിസരത്തുള്ള എല്ലാ നാടകങ്ങൾക്കും ഞങ്ങളും പോവുമായിരുന്നു. ഇതേപോലെ അവരുടെ നാടകം വണ്ടിയിലാണ് ഞങ്ങള് പോകുന്നത്. അതിനൊപ്പം പോയി നിങ്ങൾ നാടകം ഞങ്ങള് സന്ധ്യാന്റെയും രാജേന്ദ്രയും ഒരു കുടുംബം പോലെ എപ്പോഴും വൈകിട്ടൊക്കെ അവരുടെ വീട്ടിൽ പോവുകയും. ശരിക്കും ആ കാലഘട്ടം എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? വിജയമ്മ ചേച്ചിയും നല്ല അവരുടെ കുടുംബ അമ്പലത്തിലൊക്കെ നാടകം വരുമ്പോ നമ്മള് പോവും അവിടെ. അങ്ങനെ നല്ല ഇതായിരുന്നു. ഇവിടെ വീട്ടിൽ വന്നിട്ട് ആളുകൾ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് പഠിക്കലോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. വലിയ മീൻസ് ഡയറിക്കകത്ത് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ പഠിക്കും. നമുക്ക് അടുത്ത ഓർഡർ വന്നു. ഇപ്പൊ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാണ് ഓർക്കുമ്പോ കിട്ടുന്നേ? ഓർക്കുമ്പം എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ആൾക്കാര് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് പപ്പയുടെ വെട്ടത്തിലെ. ചേച്ചിക്കും അതാണോ ഇഷ്ടം? ഇഷ്ടം എനിക്കെല്ലാം ഇഷ്ടമാണ്. ഒന്നാമത് ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും ഏഷ്യാനെറ്റ് ഫിലിം ഉണ്ടാവും. അതെ, ഞങ്ങള് വിളിക്കുമ്പോ തന്നെ അവള് പറയും പപ്പ ടിവിയിലുണ്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോ തന്നെ പറയുന്നത് പിള്ളേര് പറയുന്നത് അപ്പച്ച, ഞാൻ ഓഫീസിൽ ഇരുന്ന് വിളിക്കും പറയാം അപ്പച്ച ടിവിയിലോട്ട് പോയി. മിക്ക ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിൽ ആ സിനിമ എടുത്തോണ്ട് ശരിക്കും നമ്മൾ ആ വെട്ടത്തിലെ ആ ഒരു അച്ഛനെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അല്ലെ? ഭയങ്കര ഒരു പാവമായിട്ടുള്ള അച്ഛൻ. ഇത്രയും പാവമായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന കാണുമ്പോ തോന്നുവോ നിങ്ങക്ക് ഓ പപ്പ ഇത്രയും ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പത്തിൽ പാവമായിരുന്നെങ്കിലെന്ന്? അല്ല, വീട്ടില് പപ്പ പാവമായിരുന്നു. ആക്ച്വലി പപ്പ ഞങ്ങളെ വഴക്ക് ഒന്നും ചെയ്തിട്ടില്ല. പേടി വന്നു അറിയത്തില്ല. ഇപ്പം നമ്മൾ പപ്പയിൽ നിന്ന് പപ്പയെ എപ്പോഴും കണ്ടിരുന്നത് ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട്, അത് വെറുതെ ഇരിക്കാത്ത ഒരാളായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ നിങ്ങളുടെ രണ്ടാളുടെയും ലൈഫിൽ നിങ്ങൾ പപ്പയിൽ നിന്ന് പഠിച്ചിട്ട് അതിങ്ങനെ ക്യാരി ചെയ്യുന്ന എന്താണുള്ളത്? പപ്പ എങ്ങനെ നിങ്ങളെ ഷേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാ? ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പപ്പ നല്ല ഓർഡർ ആയിരുന്നു. മീൻസ് നല്ല കാര്യങ്ങളും പപ്പ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു. അത് പ്ലംബറിനാണെങ്കിലോ എല്ലാം പുറമേന്ന് ഒരാളിനെ സഹായം ആവശ്യമില്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പുറമേ ഒരാളെ വിളിക്കുള്ളൂ. പപ്പയ്ക്ക് തയ്യല് എല്ലാം. ഈവൺ കുക്കിങ്ങും പപ്പയ്ക്ക് കുറച്ചൊക്കെ വശം ഉണ്ടായിരുന്നു. കേക്ക് ബേക്ക് ചെയ്യാനും ഒക്കെ മമ്മിയെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ എല്ലാം പപ്പ ചെയ്യും. പപ്പയുടെ വീട്ടിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നേ? മീൻസ് പപ്പയുടെ സിബ്ലിങ്സ് അത് അങ്ങനെ ആരൊക്കെയാ ഉള്ളത്? പപ്പ പിന്നെ അവര് 7 പേര്, 2 ആണും ബാക്കി 5 പെണ്ണും. അതില് പപ്പയുടെ ബ്രദർ, പിന്നെ സിസ്റ്റേഴ്സ്. അതില് അവരെല്ലാം ഓരോ സ്ഥലങ്ങളിലാണ്. കുറെ പേരില്ല ഇപ്പം. പപ്പയുടെ ഒരു സിസ്റ്റർ മരിച്ചു, ആ ബ്രദർ മരിച്ചു. പിന്നെ ബാക്കിയുള്ളവരെല്ലാം സ്ഥലങ്ങളിൽ. മമ്മിയുടെ പേരെന്തായിരുന്നു? മമ്മിയുടെ പേര് ലീലാമ്മ. മമ്മിയുടെ സ്ഥലം? മമ്മിയുടെ സ്ഥലം കുണ്ട്ര. അമ്മയാണ് കൊല്ലംകാരിയായിരുന്നു അല്ലേ മമ്മി? അപ്പൊ നിങ്ങൾ കുറെ നാൾ അത് കാണും കൊല്ലത്തുണ്ടായിരുന്നു അല്ല? അത് കാളിദാസ കലാകേന്ദ്രം ഉണ്ടായിരുന്നുണ്ടായിരിക്കും. നിങ്ങള് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫിലിം ഷൂട്ടിംഗ് കുണ്ട്ര ആവശ്യമായിരുന്നു. അത് നമ്മുടെ KG ജോർജ് സാർ അല്ലേ സംവിധാനം ചെയ്തത്? അദ്ദേഹമായിരുന്നു. അല്ല, നമ്മുടെ ആക്ട്രസ് മേനക ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ മൂവിയിലാ. ഓ ആഹാ. പിന്നീടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ നിന്നില്ല. പിന്നെ 1-2 മൂവിയും ചെയ്തു. പക്ഷെ സെയിം സ്റ്റോറി തന്നെ വേറൊരു മൂവി ആ സമയത്ത് വന്നു.
പിന്നെ മൂന്നാമത്തത് എന്തൊക്കെയോ ടെക്നിക്കൽ കാരണങ്ങളാൽ നടന്നു. നമ്മള് ചെറുതായിരുന്ന പിന്നെ മമ്മി ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുള്ള അറിവ്. മമ്മി നല്ല സപ്പോർട്ടായിരുന്നില്ലേ എന്തായാലും? പപ്പയ്ക്കോ? അയ്യോ ഭയങ്കര പറയാനില്ലാത്ത സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിപ്പോ കാരണം പപ്പ ആദ്യം കുറച്ചു കാലം പപ്പ നാടകത്തിൽ അഭിനയിച്ചിട്ട് വീണ്ടും പപ്പ തിരിച്ച് ദുബായിക്ക് പോയി. എന്നിട്ടും പപ്പയ്ക്ക് അവിടെ നിൽക്കാതെ വയ്യ. ദുബായിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്തത്? മമ്മിയുടെ സിസ്റ്ററിന് അവിടെ ട്രാവൽ ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫുൾ ഇൻചാർജ് ആയിട്ട് കൊണ്ടുപോയതാ ഇവിടുന്ന്. ഇങ്ങനെ ഡെയിലി നാടകത്തിന് പോയിട്ടും ഒന്നാമത് പപ്പയ്ക്ക് ഈ നാടകത്തിന് പോകുന്ന കാരണം ഫിലിമിലോ സീരിയലിലോ ഒന്നും നേരെ ചൊവ്വേ പോവാനും പറ്റുന്നില്ല. നാടകമായിരുന്നു പപ്പയുടെ എന്നത്തെയും ഒരു പാഷൻ. അതെ. അപ്പൊ അത് മുടക്കം വരുത്തിയിട്ട് പപ്പ സിനിമയ്ക്കോ സീരിയലിനോ പോത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സിനിമാക്കാർക്കും സീരിയലുകാർക്കും ഒരു മടിയുമായി പപ്പയെ വിളിക്കാനായിട്ട്. വിളിച്ചാ ഫുൾ ഒരു കുറച്ച് ദിവസത്തേക്ക് പപ്പായ കിട്ടുകയല്ല. അപ്പൊ നാടകത്തിന് പോകണം. കാരണം അതെന്ന് പറഞ്ഞാൽ കുറെ പേര് അത് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ അത് കാരണം പപ്പ സിനിമയ്ക്കാവുമ്പോ ഈ റോളിന് പപ്പ അല്ലെങ്കിൽ വേറൊരാളെ അവർക്ക് കിട്ടും. ഇത് പപ്പ കമ്മിറ്റ് ചെയ്തിട്ട് അതിന് ചെന്നില്ലെങ്കിൽ അന്നത്തെ ഒരു നാടകം നടക്കത്തില്ല. അതൊക്കെയാണ് പപ്പയുടെ ചിന്തകള്. നാടകത്തെ വിട്ട് വേറൊരു കളിയില്ലായിരുന്നു. അപ്പൊ അത് കാരണം സിനിമയും അപ്പൊ അതുകൊണ്ട് മമ്മിയുടെ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ പറഞ്ഞു ഇനി ഇങ്ങനെ നിൽക്കണ്ട, നമുക്ക് തിരിച്ചങ്ങ് ദുബായിക്ക് പോവാം എന്ന് പറഞ്ഞ് അത് പപ്പ നല്ല ജോലിയിൽ അവിടെ നിൽക്കവേ ആ സിനിമ പിടിക്കാനായിട്ട് ഇത് വന്നത്. ആദ്യത്തെ സിനിമ ഏതായിരുന്നു പപ്പേന്റെ? പപ്പ അഭിനയിച്ചത്? പപ്പ അഭിനയിച്ച ഈ കോലങ്ങളിൽ തന്നെ കോലങ്ങൾ പപ്പ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാ. പക്ഷെ അതിന് മുമ്പ് പപ്പ പോസ്റ്റ്മാനെ കാണാനില്ല, പിന്നെ വേറെ 2-3 പഴയ പടങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പേരങ്ങോട്ട് കറക്റ്റ് അറിയത്തില്ല. പോസ്റ്റ്മാനെ കാണാറില്ല, ഞാൻ കാണാനില്ല. അതെനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ഇടയ്ക്ക് ടി വിയിൽ വരും. അതെ. പിന്നെ കോലങ്ങള് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പ്രളയം, അതിലാണ് വില്ലൻ എന്ന് പറഞ്ഞത്. അതെ, അതിലാണ് വില്ലൻ. അതിനകത്ത് അത് യൂട്യൂബിലൊക്കെ നല്ല വേഷമാണ്, സ്വാമിയുടെ വേഷമാണ്. അതിനകത്ത് പ്രേം നസീർ, സുകുമാരൻ, സോമൻ, ജയഭാരതി, ശങ്കരാടി, നല്ല എല്ലാവരും ഉള്ള ഒരു ഫിലിമാണ്. അപ്പൊ അതിനകത്ത് വില്ലനായിട്ടാ. പിന്നെ സീരിയൽസിലും ചിലതിനകത്തൊക്കെ ശ്രീജൻ ഏഷ്യാനെറ്റില് അതില് രണ്ടാമതിറങ്ങിയ സ്ത്രീയാണ് അതിനകത്ത് വില്ലനായിട്ടാ. പിന്നെ ഒരു കാച്ചിങ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ടിവിക്കകത്ത് സ്വന്തം മാളൂട്ടി, അത് നല്ലൊരു സീരിയലായിരുന്നു. നല്ലൊരു സീരിയലായിരുന്നു. ഒരു അച്ഛനായിട്ട് നല്ല വേഷമായിരുന്നു. അപ്പൊ ഇതാണ് നമ്മള് 9ാം ക്ലാസ്സുകാരിയായ മോള് സ്റ്റേജിൽ കയറി വാങ്ങിച്ചതല്ലേ? പപ്പയ്ക്ക് വേണ്ടി മികച്ച നടനുള്ള പുരസ്കാരം, സംസ്ഥാന പുരസ്കാരം വാങ്ങിച്ചത്. അപ്പൊ ആരുടെ വാങ്ങിച്ചെന്ന് ഓർക്കണ്ടോ? അത് ഞാൻ ഓർക്കുന്നില്ല. പുള്ളി ഈ അടുത്ത സമയത്തും മരിച്ചുപോയൊരു മന്ത്രിയാണ്. അതെ, പേര് നമ്മൾ ഓർക്കുന്നില്ല. അപ്പൊ ഇതാണ് മെമന്റോസ് ഒത്തിരി കാണും അല്ലെ? ഒത്തിരി ഉണ്ട്, ഒത്തിരി മെമന്റോസ് ഉണ്ട്. എല്ലായിടത്തെയും പോലെ നമുക്ക് അതെല്ലാം കൂടെ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷെ നിങ്ങൾക്കും അങ്ങനെ തോന്നി കാണും. അത് ഇദ്ദേഹത്തിന് ഒരു കുറിയൊക്കെ വരച്ച് ഇങ്ങനെ കടുക്കണ കിട്ടാല് തനി ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ അല്ലെ ഒരു ഹിന്ദു ആ ഒരു അതിലേക്ക് വരും. പക്ഷെ പപ്പ കൂടുതൽ ചെയ്തേക്കുന്ന വേഷം എനിക്ക് തോന്നുന്നു പള്ളിയിലച്ഛനാ. ലോഹ ഇട്ട തന്നി മറ്റേ കോട്ടയം കുഞ്ഞച്ചനകത്ത് മമ്മൂട്ടിയെ കുമ്പസരിക്കുന്ന അതിന്റെ ട്രോള് വരെ ഇറങ്ങിയിട്ടുണ്ട്. പപ്പ അതെ, അതിന്റെ ട്രോള് ഇറങ്ങി. അതൊക്കെ കാണുന്ന ഒരു രസമല്ലേ അല്ലെ? ഇപ്പോഴും പപ്പയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്കൊരു സന്തോഷാണ്. ഇപ്പൊ പപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? എന്നായിരുന്നു? 3 വർഷം. 3 വർഷം. 2022 ജൂൺ 12. എത്ര വയസ്സിലായിരുന്നു? 73 ആയിരുന്നു അല്ലെ? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്? എന്താണ് അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? സ്ലോലി അസുഖങ്ങൾ വന്നു തുടങ്ങുമായിരുന്നു. ആദ്യം ഇച്ചിരി മെമ്മറി ലോസിൽ തുടങ്ങി. അങ്ങനെ അപ്പൊ നാടകമൊക്കെ അങ്ങ് കുറച്ചത്. ഡയലോഗൊന്നും ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് പിന്നെ നാടകം കുറച്ചു. പിന്നെ സീരിയലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങ് നല്ലപോലെ ഓർമ്മയൊക്കെ അങ്ങ് പോയി തുടങ്ങി. അപ്പൊ ഡബിങ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതുമെല്ലാം പപ്പ നിർത്തി ഈ ഓർമ്മക്കുറവ് വന്നതിന് ശേഷം. ശരിക്കും ഒരു കോർഡിനേഷൻ ഒന്നും കിട്ടാതൊക്കെ ആയപ്പോഴത്തേക്ക് പപ്പ എല്ലാം സ്വന്തമായിട്ട് എല്ലാം അങ്ങ്
പയ്യെ അങ്ങ് വലിഞ്ഞ്. പിന്നെ ആ അത്രയും ആക്റ്റീവായിട്ടിരുന്ന പപ്പായ ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് കണ്ടപ്പോ തന്നെ ഒരു വിഷമമായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ മമ്മിക്കും ഭയങ്കര സങ്കടമായിരുന്നത്. പിന്നെ മമ്മിക്ക് സുഖമില്ലാതായി, മമ്മിക്ക് കിഡ്നിക്ക് പ്രശ്നമായി, ഡയാലിസിസ് ഒക്കെ ചെയ്ത് ഒത്തിരി നാൾ അങ്ങനെ മമ്മിയുടെ ട്രീറ്റ്മെന്റിൽ. പിന്നെ അതിന്റെ വിഷമം ഉണ്ടായിരുന്നു പപ്പയ്ക്ക്. പിന്നെ മമ്മി മരണപ്പെട്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പപ്പയും അധികം താമസിയാതെ പോയി. എന്താണ് നിങ്ങള് പപ്പ ഇല്ല, അപ്പൊ നിങ്ങക്ക് എന്താണ് പപ്പയില് മിസ് ചെയ്യുന്ന ഒരു കാര്യം? പപ്പയില്ല, മമ്മിയില്ല, എന്താണ് അതിനകത്ത് മിസ് ചെയ്യുന്നത്? മിസ് ചെയ്യുന്നത് ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ നമ്മുടെ. ആ ഒരു പപ്പായും മമ്മി എന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഒരു ഇതല്ലേ. അപ്പൊ അതില്ല എന്ന് പറയുന്ന ഒരു മിസ്സിംഗ് അതാണ്. ആ ഒരു സുരക്ഷിതത്വത്തിൽ നിന്ന് നിങ്ങള് ഞങ്ങൾ എവിടെയെങ്കിലും പോയാൽ തന്നെ വരുന്നവരെ ഇങ്ങനെ നോക്കിയിരിക്കും. അത് പ്രായമായതിനു ശേഷം ആണല്ലേ. വന്നില്ലെങ്കിൽ ദൂരോട്ടം വിളിക്കും, എവിടെ വന്നില്ലയോ. അതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും ഡി ഫിലിപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ ഓർക്കുന്നത് പ്രഗത്ഭനായ അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രതിഭാധനനായ ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് അല്ലേ. അത് വളരെ ഒരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ 2 പ്രിയപ്പെട്ട മക്കളോടൊപ്പം, ചേച്ചി ദുബായിലായിരുന്നു, അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ വന്നതാണ്. അതൊരു ഭാഗ്യമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അല്ലേ ജോയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾക്കത് ഓർക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപക്ഷെ പലരും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇദ്ദേഹത്തിൻ്റെ കഴിവുകളും ഇദ്ദേഹത്തിൻ്റെ അഭിനയവും കണ്ട് നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ പോലും പേര് അറിയാതിരുന്നിട്ടുണ്ടാവും. അവർക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ കഴിഞ്ഞുവെന്നും അദ്ദേഹത്തിനൊരു സ്നേഹാഞ്ജലി അർപ്പിക്കാൻ ഞങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ പറ്റിയെന്നും സന്തോഷത്തോടും സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്. ബൈ.